ടീമേ, നമ്മൾ ജൈവരക്തങ്ങളും സ്ട്രീറ്റ് പെയിൻറ്റിങ്ങും ഒക്കെ കണ്ട് അവിടുന്ന് നേരെ നടന്ന് സെൻറ്റ് മേരീസ് സ്ട്രീറ്റിൽ നിന്ന് സെൻറ്റ് മേരീസ് ചർച്ചിലേക്ക് എൻ്റർ ചെയ്യാൻ പോകണം. ഏകദേശം 13 മുതൽ 15-ാം നൂറ്റാണ്ട് വരെയുള്ള കാലഘട്ടത്തിലാണ് സെൻറ്റ് മേരീസ് ചർച്ചിൻ്റെ നിർമ്മാണം പൂർത്തിയാവുന്നത്. ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ബ്രിക്സ് മാത്രം ഉപയോഗിച്ച് പണിതൊരു ചർച്ചാണ്. ഈ ദേവാലയത്തിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇഷ്ടിക കൊണ്ട് നിർമ്മിക്കപ്പെട്ട ദേവാലയങ്ങളിൽ ലോകത്തിൽ ഏറ്റവും വലിപ്പം കൂടിയ ദേവാലയമാണ് സെൻറ്റ് മേരീസ് ചർച്ച്. ഇപ്പം നമ്മൾ കാണുന്നത് യൂറോപ്പിലൊരു സ്ഥിരം കാഴ്ചയാണ്. നമുക്ക് തിരികൾ കത്തിക്കണമെങ്കിൽ നമ്മൾ കയ്യിൽ കരുതേണ്ട ആവശ്യമില്ല. അവിടെ നിന്ന് തന്നെ തിരിയെടുത്ത് നമുക്ക് കത്തിക്കാം. എന്നിട്ട് അതിന് ഇക്വലൻ്റ് ആയിട്ടുള്ള പൈസ നമ്മളവിടെ നിക്ഷേപിച്ചാൽ മതി. ഏകദേശം 20 സ്ലോട്ടിയാണ് ഞാൻ ടിക്കറ്റിന് വേണ്ടി പേ ചെയ്തത്. നിയർലി ഒരു 4 to 5 euros. ഈ ടവറിൻ്റെ മുകളിൽ എത്തിക്കഴിഞ്ഞാൽ കംപ്ലീറ്റ് ഗഡൻസ്ക് നമുക്ക് കാണാൻ പറ്റും. ഗഡൻസ്കിൻ്റെ ഒരു പനോരമിക് വ്യൂവും അതുമാത്രമല്ല മോൾട്ടാവ നദിയും ബാൾട്ടിക് സീയും എല്ലാം നമുക്ക് മുകളിൽ നിന്ന് കാണാൻ പറ്റും. പക്ഷേ ഏകദേശം 409 സ്റ്റെപ്പുകൾ നടന്ന് കയറിയാൽ മാത്രമേ നമ്മൾ മുകളിലെത്തുള്ളൂ. അത് അത്ര എളുപ്പമുള്ളൊരു പരിപാടി ആയിരുന്നില്ല. എന്നെ ഭയങ്കര അത്ഭുതപ്പെടുത്തിയൊരു കാര്യമാണ്. കാരണം നമ്മളൊരു ടവറിൽ കൂടെ വളരെ നാരോ ആയിട്ടുള്ളൊരു വഴി കൂടെ കയറിക്കൊണ്ടിരുന്നത് വെച്ചാൽ, പക്ഷേ ഏകദേശം ഒരു 80-85% നടന്ന് കയറിയതിന് ശേഷം ഇങ്ങനത്തെ ഒരു ഹൊറിസോണ്ടലായിട്ടുള്ളൊരു വഴി വരാം. ഇതിൻ്റെ 2 വശത്തും ഭയങ്കര തുറസായിട്ടുള്ള ഏരിയ. അവിടെയാണെങ്കിൽ ആൾക്കാർ ഫുള്ള് കോയിൻസൊക്കെ എറിഞ്ഞിട്ടേക്കാം. ലൈക്ക് അതൊരു കൾച്ചറാണ്. അവരുടെ വിശ്വസ് മനസ്സിൽ വിചാരിച്ച് കോയിൻസ് അവിടെ എറിഞ്ഞിട്ട് കഴിഞ്ഞാൽ അത് നടക്കും എന്നുള്ളത് ഓൾ അറൗണ്ട് യൂറോപ്പ് ട്രാവൽ ചെയ്യുമ്പോൾ എനിക്ക് മനസ്സിലാവും. പല സ്ഥലങ്ങളിലെ ആൾക്കാർ അങ്ങനെ ചെയ്യണത്. ഈ ദേവാലയത്തിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഗോത്തിക് ആർക്കിടെക്ചറാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ഗോത്തിക് ആർക്കിടെക്ചർ എന്താണെന്നുള്ളത്. എന്നാലും ഞാൻ പറയാം, ഹൈ ആൻഡ് ലേറ്റ് മിഡിൽ ഏജസിൽ യൂറോപ്പിൽ രൂപം കൊണ്ട ഒരു നിർമ്മാണ ശൈലിയാണ് ഗോത്തിക് ആർക്കിടെക്ചർ എന്ന് നമ്മൾ വിളിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഏകദേശം 12-ാം നൂറ്റാണ്ട് മുതൽ 16-ാം നൂറ്റാണ്ടിൻ്റെ ഇടയിലാണ് ഈ നിർമ്മാണ ശൈലി രൂപം കൊള്ളുന്നത്. ഇത്തരം ദേവാലയങ്ങളുടെ പ്രത്യേകത എന്ന് പറയുന്നത് ഇതിൻ്റെ ഉയരം തന്നെയാണ്. ഏതൊരു മനുഷ്യനും അയാളുടെ കഴുത്ത് വേദനിക്കും വിധം മുകളിലേക്ക് നോക്കിയാൽ മാത്രമാണ് നമുക്ക് ഇതിൻ്റെ അറ്റം കാണാൻ പറ്റുക. ഇത് പറയപ്പെടുന്നത് എന്താണെന്ന് വെച്ചാൽ ദൈവത്തോടും സ്വർഗത്തോടും ഏറ്റവും അടുത്ത് നിൽക്കണം എന്നുള്ളൊരു ആശയത്തിൽ നിന്നാണ് ഈ ഗോത്തിക് ആർക്കിടെക്ചറിൻ്റെ ഒരു ഉത്ഭവം. നമ്മൾ ഒരുപാട് കഷ്ടപ്പെട്ടാണ് മുകളിലെത്തുന്നത്. അത്ര എഫേർട്ട് എടുത്ത് വേണം നടക്കാനായിട്ട്. പക്ഷേ ആ നടത്തം വേർത്താണെന്നുള്ളതിൻ്റെ തെളിവാണ് നിങ്ങളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഏറ്റവും ഉയരത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. നമ്മളെക്കാൾ ഹൈറ്റിൽ അവിടെ ഒന്നുമില്ല. നമുക്ക് കംപ്ലീറ്റ് ഗഡൻസ് അവിടെ നിന്ന് കാണാം. അത് കഴിഞ്ഞ് ഞാൻ തിരിച്ചിറങ്ങുകയാണ്. അപ്പോൾ അത്രേ ഉള്ളൂ. അടുത്ത വീഡിയോയിൽ ബാക്കി വിശേഷങ്ങളായിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.